എവർക്കും വിനീത് നമസ്കാരം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നടത്തിയ ഒരു പ്രതികരണം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ അത് വലിയ വാർത്തയായിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വിഷയം ഒന്ന് മാത്രമാണ്: കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ഒരു സർവകലാശാലയിലും കയറ്റില്ല എന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതികരണമായിരുന്നു. ഈ പ്രതികരണത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ഇപ്പോൾ ചെയ്യുന്നത്, കാലിക്കറ്റ് സർവകലാശാലയിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. SFI ആണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, വേണമെങ്കിൽ എന്റെ നെഞ്ചത്തേക്ക് തന്നെ വാടാ, ബാക്കി കാര്യങ്ങളൊക്കെ തെരുവിലെങ്കിൽ തെരുവിൽ നേരിടാൻ ഞാൻ തയ്യാറാണെന്നുള്ള നിലയിലേക്കാണ് ഗവർണറുടെ ഒരു പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർക്കെതിരെയൊക്കെ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവിടെയുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് മാറി വരുന്നവരുടെ കാല് നക്കുന്ന പരിപാടിയാണ് ഇത്ര നാൾ ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർമാരെല്ലാവരും ചെയ്തിരുന്നത്. പക്ഷെ അതുപോലെയല്ല നിലവിൽ നരേന്ദ്രമോദിജി അയച്ചിരിക്കുന്ന ഈ ഗവർണർ. അദ്ദേഹം ഒരു പ്രത്യേക ലെവൽ സാധനമാണ്. അനാവശ്യമായിട്ടുള്ള അസത്യമായിട്ടുള്ള നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ആള് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിൽ തർക്കമില്ല. ഈ സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. SFIയുടെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ശരിയാണ്, ആക്രമിക്കാൻ തന്നെയാണത്. ഗവർണർ പറഞ്ഞു തന്റെ വാഹനത്തിൽ ആക്രമിച്ചു, അടിച്ചു കൈകൊണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മാരെ ഈ കുട്ടി സഖാക്കളെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാടാ, ഇവിടെ നിന്നിട്ട് നോക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ SFI ഗവർണർ പോര് നടക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണർമാർക്കെതിരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അപ്പൊ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഗവർണറെ ആക്രമിക്കുക അങ്ങനെയുള്ള നിലപാടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മതിയാവും, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇനി യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്തായിരിക്കാം ഗവർണർമാർക്കെതിരെയൊക്കെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആ സംസ്ഥാനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. ജസ്റ്റ് അതിന്റെ ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. SR ബൊമ്മൈ കേസിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്താണ് എന്നുള്ളത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിക്ക് ഒന്ന് പരിശോധിക്കാം. ഇന്റേണൽ സബ്വേർഷൻ, അതായത് ഗവർണർക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഗവർണർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യാനൊക്കും. ഒരു സുപ്രീം കോടതിയും ഇടപെടില്ല. അപ്പൊ അത്തരത്തിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ ബോധ്യം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹം ഇറങ്ങി വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള റിയാക്ഷൻ കാണിച്ചത്. ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ഒന്നും ഭരണത്തിൽ ഇരിക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഇന്റേണൽ സബ്വേർഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗണിന്റെ ഗ്രൗണ്ട് ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ഭരണഘടനയുടെ അന്തസ്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്കെതിരെ ഇപ്പൊ സുപ്രീം കോടതി തന്നെയും ബില്ലിൽ ഒപ്പുവെക്കാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തത്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പലതരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഒറ്റ കാര്യം മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർമാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുന്നു, ക്രമസമാധാനം തകർന്നടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ രാഷ്ട്രപതി ഭരണം സ്ഥാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതിലൊരു തർക്കവുമില്ല. ഒരു സുപ്രീം കോടതിക്കും ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിനെ എതിരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. പിണറായി വിജയനൊക്കെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗവർണർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകും, അല്ലെങ്കിൽ ഗവർണറെ ഈ പറയുന്ന സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്നൊക്കെ SFIയുടെ ഈ അന്തം കമ്പി പൊട്ടന്മാര് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കാരണവശാലും ഗവർണറെ തൊടാനായിട്ട് നിൽക്കില്ല. നിന്ന് കഴിഞ്ഞാൽ ഈ കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഈ വിദ്യാർത്ഥി സംഘടന എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്താണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത? ഈ സംഘടനക്ക്, അല്ലെങ്കിൽ സംഘടന ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വിഷയം, അനധികൃതമായിട്ട് പിൻവാതിലിൽ നിയമത്തിലൂടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമേദ്യം ഭക്ഷിക്കുന്ന ചില ആളുകളെ പിടിച്ചിട്ട് കണ്ണൂർ VC ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയുള്ള കലാപരിപാടികൾ ഇവർ നടത്തി. അപ്പൊ ഈ വിധ കലാപരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ തുടരെ പോയി കഴിഞ്ഞാൽ, നിയമലംഘനമാണെങ്കിൽ, ഗവർണർ ഇടപെടേണ്ട വിഷയമാണെങ്കിൽ ഗവർണർ ഇടപെടും.
ഇടപെട്ടാൽ എന്താണ് പ്രശ്നം? അപ്പോ ഈ ഗവർണറെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് എതിർ രാഷ്ട്രീയ കക്ഷികളെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് കൊലപാതകങ്ങളുടെയും അല്ലെങ്കിൽ കൊള്ളിവെപ്പിലൂടെയും ഒക്കെ നശിപ്പിച്ചിട്ടുള്ള CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഗവർണറെ അങ്ങോട്ട് വടിച്ചു കളയാമെന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ അന്ത്യകൂദാശക്കുള്ള സമയമായി, ഭരണത്തിന്റെ അന്ത്യകൂദാശക്കുള്ള സമയമായി എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് ഇനി ഒരിക്കലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഇവരെ മാറ്റി. ഇവർ എത്രത്തോളം വലിയ തിണ്ണമെടുക്ക് ഇവിടെ കാണിച്ചാലും ഒരു കാര്യം ബോധ്യപ്പെടാം, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഗവർണർക്കെതിരെ ഈ വിദ്യാർത്ഥി സംഘടനകളെ നിരത്തി വിടുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം മനസ്സിലായല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കോളേജുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ സർവകലാശാലകൾ തകർക്കുക എന്നുള്ള നയത്തോട് കൂടിയിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഈ SFIക്കാര് നിരന്തരമായിട്ട് പറയുന്നത്. അപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോന്റെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം എന്തായാലും ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള, അവന് ആണത്തമുണ്ടെങ്കിൽ ഒന്ന് ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം നടത്തട്ടെ, അല്ലെങ്കിൽ ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ചെയ്തു നോക്കട്ടെ. അപ്പൊ നമ്മൾക്ക് ബാക്കി കാണാം. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഈ സംഘടനാ തലത്തിൽ ഈ പറയുന്ന ആർഷോ അടക്കമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി സഖാക്കളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്കുള്ള സ്വാധീനത്തിലോ അതിൽ വലിയ ഒരു കഴമ്പുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവന്മാർ ഇങ്ങനെയുള്ള ഒരു തുള്ളിച്ചാട്ടം നടത്തുന്നത്. അപ്പൊ ആ തുള്ളിച്ചാട്ടത്തിന് എത്രത്തോളം ആയുസ്സുണ്ട് എന്ന് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ കാണാം, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കാണാം. അപ്പോ കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ട് തന്നെ SFIക്കാരെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി സഖാക്കൾക്ക് അതൊരു നാണം കെട്ട ഒരു പരിപാടിയായി മാറും എന്നുള്ള തർക്കമില്ല. ഇതുപോലെ ഒരു നാണക്കേട് SFIയുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഒറ്റ വ്യക്തി പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വാടാ, ആർക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ്, ഞാനിവിടെ എങ്ങനെ ഭരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഗവർണറെ പഠിപ്പിക്കാൻ ഒരു മുഖ്യമന്ത്രിയും വരണ്ട, ഒരു വിദ്യാർത്ഥി സംഘടനയും വരണ്ട എന്നുള്ള രീതിയിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികളൊക്കെ ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം കോൺഗ്രസിന്റെയൊക്കെ ചുമതല വഹിക്കുകയും കോൺഗ്രസിന്റെ MP ആയിട്ടൊക്കെ നമ്മുടെ രാജ്യത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നാണ്. അദ്ദേഹം രാജിവെച്ച് പോയി നിയമ പോരാട്ടത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തുള്ള വ്യക്തിയാണ്. ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ഒരു ആളുമല്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. ഒന്നാമത്തെ കാര്യം, മതഭ്രാന്ത് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ദേശീയവാദി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ. ഇവരെ പോലെ ഒരു മുതിർന്ന പൗരന്മാർക്കെതിരെ ഇതുപോലെ വികൃതപരമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന SFI പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാടിന് ആപത്താണെന്നും കോളേജുകൾക്ക് ആപത്താണെന്നും എന്നുള്ളതിലും ഒരു തർക്കവുമില്ല. അപ്പൊ ഇവന്മാരൊക്കെ ഇനി എന്ത് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടാൻ ശ്രമിച്ചാലും അതിൻ്റെയൊക്കെ അവസാനം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിൽ നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം, അത് ഉണ്ടാകും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ കളിപ്പിച്ചു തന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന്റെ വീഴ്ചയുടെ ഭാഗമായിട്ട് ഗവർണർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്രത്തിന്റെ അടക്കം എന്നുള്ളത് തർക്കമില്ല. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.